എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രമോദ് ഭാസ്കർ. ജോൺസൺ മാഷിൻ്റെ ഗാനങ്ങൾ വെച്ച് പാടാം പറയാം എന്നൊരു എപ്പിസോഡിൻ്റെ ഭാഗമായി അതിൻ്റെ സെക്കൻഡ് എപ്പിസോഡ് ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഒരുപാട് ഗ്രാമീണത്വം തുളുമ്പുന്ന ഗാനങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ചു പോയ ഒരു മഹാപ്രതിഭയായിരുന്ന ജോൺസൺ മാഷ്. കഴിഞ്ഞ എപ്പിസോഡിൽ അനുരാഗിണി എന്ന പാട്ട് നമ്മൾ പാടി. അതുപോലെ അതിൻ്റെ പാട്ടും കുറച്ച് പറച്ചിലും ഒക്കെ ആയിട്ട് ആണ് ഈ എപ്പിസോഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന പാട്ട് 1991 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 91 റിലീസ് ചെയ്ത ഞാൻ ഗന്ധർവൻ എന്ന സിനിമയിലെ ചിത്രത്തിലെ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം. നേരത്തെ പറഞ്ഞ പോലെ ഇതും ഒരു കല്യാണി ബേസ് ചെയ്ത്, ഇത് യമൻ ബേസ് ചെയ്തൊരു പാട്ട്. അദ്ദേഹത്തിൻ്റെ മിക്ക പാട്ടുകളെന്നല്ല, ഒരുപടി ഗാനങ്ങൾ കല്യാണി ബേസ് ചെയ്തിരിക്കുന്ന പാട്ടുകളാണ്. ഹമ്മിങ് നമുക്കൊന്ന് പാടാം. അല്ലേ, വളരെ മനോഹരമായിട്ട് നമുക്ക് ഹമ്മിങ്സ്, ജോൺസൺ മാഷിനൊക്കെ ഓരോ ഹമ്മിങ് കേൾക്കുമ്പോൾ നമുക്കറിയാം. പിന്നെ അല്ലേ, കേൾക്കുമ്പോൾ തന്നെ പാട്ട് വളരെ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരും. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമായി. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമായി. അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ അമൃത കണമായി സഖി ധന്യരായി. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമായി. ഓരോ മലയാളിയെയും അവൻ്റെ പഴയ കാലഘട്ടത്തിലേക്ക് നമ്മളെ ഇങ്ങനെ പിടിച്ചുകൊണ്ടുപോകുന്ന പാട്ടുകൾ. അപ്പം നമുക്കറിയാം, നമ്മുടെയൊക്കെ ചെറുപ്പകാലം, സ്കൂൾ കാലഘട്ടങ്ങൾ, അതുപോലെ ഈ ഒരു പ്രായം 80s അല്ലെങ്കിൽ 90s എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് നമ്മളെ സ്കൂൾ കാലഘട്ടം, അതുപോലെ നമ്മളെ അന്നത്തെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് ഓരോ പാട്ടുകൾക്കും, അപ്പം നമ്മൾക്ക് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഓരോ പാട്ടുകൾക്കും ഒരു ബന്ധം ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ബന്ധമുണ്ട് ശരിക്കും, അല്ലേ? ചില പാട്ടുകൾ നമ്മളൊക്കെ രാവിലെ എണീറ്റ് കുളിച്ച് റെഡിയായിട്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ ഉള്ളൊരു ആ ഒരു ഫീല്, അല്ലെങ്കിൽ
സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ വീട്ടിൽ വന്ന് നമ്മൾ റേഡിയോയിലൂടെ ഒക്കെ കേൾക്കുന്ന അന്നൊക്കെ ശ്രീലങ്കൻ പ്രക്ഷേപണ നിലയം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് എന്താ പറയുക ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന പാട്ടുകൾ, അതൊക്കെ നമുക്ക് നമ്മളെ മനസ്സിലാ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകണം. അതുപോലെ അവധി ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെ കളിച്ചു നടക്കുമ്പോൾ കേൾക്കുന്ന പാട്ടുകൾ, ഓരോ മലയാളികളുടെയും ഇല്ലായ്മ, അതുപോലെ വല്ലായ്മ, സന്തോഷം, സങ്കടം, എല്ലാ ഇമോഷൻസിനെയും നമ്മൾ ഇത്തരം പാട്ടുകളിലൂടെ നമുക്ക് അത് ആ ഫീല് നമുക്ക് കിട്ടും. അതുപോലെ ഇതിൻ്റെ അനുപല്ലവി വളരെ മനോഹരമായിട്ട് ആണ് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതൊരു ശ്രമം എന്നുള്ള രീതിയിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എടുക്കാവൂ. കാരണം നമ്മൾ ഇങ്ങനെ വെറുതെ ഇരുന്ന് പാടുകയാണ്, അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ എൻ്റെ പാട്ടിലുണ്ടാവാം. ഇഷ്ടപ്പെട്ട പാട്ടിനെ കുറിച്ച് പറയുന്നു, പാടുന്നു, അത്രമാത്രമേ ഉള്ളൂ. അതുപോലെ പ്രേക്ഷകർക്ക് ഓർമ്മ വരുന്ന ജോൺസൺ മാഷിൻ്റെ പാട്ടുകളൊക്കെ കമൻറ്റ് ബോക്സിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് പാടി നോക്കാം, അതിനെക്കുറിച്ച് സംസാരിക്കാം. സല്ലാപമേറ്റുണർന്ന വാരിചങ്ങളും ശുഭരാഗരൂപിയാം നവനീതചന്ദ്രനും സല്ലാപമേറ്റുണർന്ന വാരിജങ്ങളും ശുഭരാഗരൂപിയാം നവനീതചന്ദ്രനും ചൈത്രവേണുവും ചൈത്രവേണുവൂതും മധുമന്ത്രകോകിലങ്ങളും മേളമേകുമിന്ദ്രനീല രാത്രി തേടവേ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമായി എത്ര കേട്ടാലും എത്ര പാടിയാലും എത്ര ആസ്വദിച്ചാലും മതിവരാത്ത ഒട്ടനവധി ഗാനങ്ങൾ. അപ്പോൾ പാടാം പറയാം എന്ന ഈ എപ്പിസോഡ് ഈ ഒരു പാട്ടിലൂടെ ഇന്ന് അവസാനിക്കുന്നു. അടുത്ത ജോൺസൺ മാഷിൻ്റെ അടുത്തൊരു പാട്ടുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവരും ഈ ഒരു സ്വനം മ്യൂസിക്സ് ചാനൽ കാണുക. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.